നാളായിട്ട് അത് ഈ ഒരു പ്ലാന്റ് റീപ്ലേസ് ചെയ്യാനുള്ള പൊടിപാടിലാണ് ഞാൻ. അപ്പോഴാണ് ആ ഒരു സാഹചര്യം ഒത്തുവന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഡ്രാഗൺ ഫ്രൂട്ടാണ്. അറിയാത്തവരായിട്ട് ആരും തന്നെയില്ല. എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലെ ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു പോട്ട് ഞാൻ ഒരു കന്നാസ് മുറിച്ചെടുത്തിട്ടുള്ളതായിരുന്നു. അതിൽ പക്ഷേ ഹോൾ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നാലും പ്ലാന്റ് നട്ടു. ബട്ട് ആ സമയം നല്ല വെയിലുള്ള സമയമായിരുന്നു. ജസ്റ്റ് വെള്ളം ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതിയല്ലോ. പക്ഷേ അതിൽ വെള്ളം കെട്ടിക്കിടന്നു. പെട്ടെന്ന് മഴ പെയ്തപ്പോൾ അതിൽ വെള്ളം കെട്ടിക്കിടന്നിട്ട് മൊത്തം കൂത്താടി പെരുകി കിടക്കുവാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ആ ഒരു പ്ലാന്റ് ജസ്റ്റ് ഒന്ന് പിഴുതെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലൊരു കുഞ്ഞു പൂടി ഈ ഒരു തൈ എടുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ മാറ്റി വെച്ചിട്ട് കന്നാസ് പതിയെ ഒന്ന് നീക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഇത് ഞാനൊരു കുഞ്ഞു പോട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലൊന്ന് ഹോളൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ആസ്വദിച്ച് കഴിക്കുന്ന വീഡിയോ എൻ്റെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ആ റിലേറ്റഡ് വീഡിയോയിൽ പോയി ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. വലിയ രീതിയിൽ പോട്ടിംഗ് മിക്സ് ഒന്നും ഞാൻ ചെയ്തു കൊടുക്കുന്നില്ല. നമ്മുടെയൊക്കെ വീട്ടിൽ ഉണ്ടായിരിക്കില്ലേ കരിയില, അപ്പോൾ ആ ഒരു കരിയിലെ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണും ചാണകപ്പൊടിയും മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വലിയ പോട്ടിംഗ് മിക്സിൻ്റെ ആവശ്യമൊന്നും ഇതിനില്ല. അപ്പോൾ അല്ലെങ്കിൽ തകിരിച്ചോറാണെങ്കിലും നല്ല നന്നായിരിക്കും. അപ്പോൾ ഒരു പോട്ടിംഗ് മിക്സിന് വേണ്ടിയിട്ട് ഇത് ഇത്രയും ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇത്രയും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വലിയമ്മ എനിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ല ഒരെണ്ണം നോക്കിയിട്ട്, എല്ലാം നല്ലതാണ് എങ്കിലും ഒന്ന് നോക്കിയിട്ട് ഞാൻ അതിലൊന്ന് നട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വലിയ രീതിയിൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മതി, ആഴ്ചയിൽ 3 ദിവസം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നടുന്നതിന് ഒരു രീതിയുണ്ട്. നമ്മുടെ കൈയുടെ 4 വിരലിൻ്റെ ഇത്രയും അതായത് ഇത്രയും ഒരു ഭാഗം മാത്രം താഴ്ത്തി അതൊന്ന് നട്ടു കൊടുത്താൽ മാത്രം മതി. അങ്ങനത്തെ നമ്മുടെ ആ ഒരു കന്നാസ് ആ ഒരു പോട്ടിനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. സെയിം പ്ലേസിൽ തന്നെയാണ് ഞാൻ ഈ ഒരു പോട്ടും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവിടേക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു പോട്ട് നല്ലോണം ഹോൾസ് വേണം. അപ്പോൾ ഈ ഒരു ഡ്രെയിനേജ് പോകാൻ വേണ്ടിയിട്ടാണ് നല്ലോണം ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് വേണം ഈ ഒരു പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട്. ഒട്ടും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. എങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്ത് നിന്നേ അഴുകാൻ തുടങ്ങും. പ്ലാന്റ് നല്ല രീതിയിൽ കിട്ടില്ല. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.